ഹായ് സുഹൃത്തുക്കളെ, മറ്റു മതങ്ങളെ പോലെയല്ല ഇസ്ലാം മതം. ഇസ്ലാം മതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ചെറിയ പ്രായം മുതൽ തന്നെ അവരെ നിർബന്ധിച്ച് മതം പഠിപ്പിക്കുന്നു. മതം പഠിപ്പിക്കുന്ന പാഠശാലകളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന അന്യമത വിജ്ഞാനം എന്ന് പറയുന്നത് അന്യമതസ്ഥരൊന്നും തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ അർഹരല്ലെന്നും അവരൊക്കെ പോക്കാണെന്നും അവരെ അള്ളാഹു നരകത്തിൽ തീ കൂട്ടിയിട്ട് വിറക് കൊള്ളിയാക്കി കത്തിച്ചു കളയുമെന്നും അങ്ങനെ കത്തിയെരിയുന്ന നരകത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അള്ളാഹു അവരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഒക്കെയാണ് നമുക്ക് മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ. അപ്പൊ തന്നെ ആ ചെറിയ മദ്രസയിൽ പഠിക്കുന്ന ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പ്രായത്തിലാണ് ആദ്യമായിട്ട് മദ്രസയിൽ കുഞ്ഞുങ്ങൾ പോകുന്നത്. ആ പ്രായം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മൾ മാത്രമാണ് ശരി, അവരൊന്നും ശരിയല്ല, അവര് വൃത്തിയില്ലാത്തവരാണ്, അവർ സംസ്കാരമില്ലാത്തവരാണ്, അവര് ഭൂമിക്കൊരു ഭാരമാണ്, അവരെ ഒരിക്കലും അള്ളാഹു നോക്കത്തില്ല, അവരെ അള്ളാഹു വിജയിപ്പിക്കില്ല, അള്ളാഹുവിന്റെ സ്വർഗം അവർക്ക് ലഭിക്കില്ല തുടങ്ങിയ വസ്തുതകളാണ്. ഇനി ചെറിയ പ്രായത്തിൽ എങ്ങാനും ഒരു കുട്ടി കൗതുകത്തിന് വേണ്ടിയെങ്കിലും സുഹൃത്തിൽ നിന്നൊരു പൊട്ടു വാങ്ങി നെറ്റിയിൽ വെച്ചാൽ അപ്പോഴും കിട്ടും വീട്ടിൽ നിന്നാട്ടി. ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടി മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ഒരു കുട്ടിക്ക് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ബൈബിള് വായിക്കാനോ ഗീത വായിക്കാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടാവില്ല. ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ സ്വതന്ത്രരായി വളരുന്ന എല്ലാം വ്യക്തി സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന വീടുകളിൽ ഒരു പക്ഷേ കുട്ടികൾ മറ്റു മതങ്ങളെ കുറിച്ച് പഠിക്കാൻ അവസരം ലഭിച്ചേക്കാം. അങ്ങനെ പഠിക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു പെൺകുട്ടി ഇക്കഴിഞ്ഞ കാലങ്ങളിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സോഷ്യൽ മീഡിയയിൽ ഈ പെൺകുട്ടി വൈറലാകാനുള്ള കാരണം ഒന്ന്, അവൾ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. 2, അന്യമതത്തിന്റെ ഒരു വിഗ്രഹം, അന്യമതത്തിന്റെ ഒരു പ്രതിഷ്ഠ, അന്യമതത്തിലുള്ള ഒരു ഭഗവാനെ വരച്ചു എന്നുള്ള കാരണത്താൽ. അത് ആ പെൺകുട്ടി അതിനെ ആരാധിച്ചോ, അത് വിശ്വസിക്കുന്നുണ്ടോ, അത് വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടോ, അതൊക്കെ സെക്കൻഡറി ആണ്. അപ്പൊ ആദ്യമായിട്ട് ആ പെൺകുട്ടി ചെയ്ത അപരാധം അന്യമത ദൈവത്തെ വരച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ചിത്രം വരയെ ഒരു കലയെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, ചിത്രം വരയ്ക്കാൻ പാടില്ല. കാരണം ആ ചിത്രത്തിന് നാളെ നമ്മൾ ജീവൻ ഇട്ട് കൊടുക്കണം എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ജീവനുള്ള ഒന്നിന്റെയും ചിത്രം വരയ്ക്കാൻ അള്ളാഹു നമുക്ക് അനുമതി നൽകിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ചിത്രരചനയും പഠിച്ചിട്ടില്ലാത്ത ഒരു കുട്ടി കണ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു. ആ ചിത്രങ്ങൾ വാങ്ങാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നു. അങ്ങനെ ആ കുട്ടി വൈറലാകുന്നു. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ആ പെൺകുട്ടി പറഞ്ഞ ഉത്തരമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഇടങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഈ വിഷയം പാത്രമായിരിക്കുന്നത്. ഞാൻ ഒരു മതത്തെയും വിശ്വസിക്കുന്ന ആളല്ല, എനിക്ക് ഒരു മതത്തെയും അംഗീകരിക്കാനും കഴിയില്ല. എല്ലാ മതങ്ങളും പുരുഷ കേന്ദ്രീകൃത നിർമ്മിതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാത്തിലും സ്ത്രീവിരുദ്ധതകളും എമ്പാടുമുണ്ട്. പക്ഷേ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേൽ ഒരിക്കലും മതം അടിച്ചേൽപ്പിക്കപ്പെടരുത്. അവർക്ക് അതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന പക്ഷക്കാരിയാണ് ഞാൻ. അപ്പോൾ ആ പെൺകുട്ടിയുടെ സഹോദരൻ വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് ഈ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് വേശ്യാവൃത്തിക്ക് പോയിക്കൂടെ? ആ ചോദ്യമാണ്, ആ സംസ്കാരശൂന്യന്റെ മനസ്സിന്റെ ക്യാൻസറാണ് കേരളത്തിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു മുസ്ലിം കുട്ടിയായ ഞാൻ ഒരു കണ്ണനെ വരയ്ക്കുന്നത് നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും സമൂഹത്തിനോടും എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മളൊരു സുഹൃത്തിനെ നമ്മൾ പല പേരിൽ നമ്മൾ വിളിക്കുന്നു. നമ്മുടെ സ്വന്തം സുഹൃത്താണെങ്കിൽ നമ്മളൊരു പേരായിരിക്കും വിളിക്കുക. പക്ഷെ ആ സുഹൃത്തിനെ അവൻ്റെ അച്ഛൻ വേറൊരു പേരായിരിക്കും വിളിക്കുക. അമ്മ ചിലപ്പോൾ മകനെന്നോ അല്ലെങ്കിൽ മകളെന്നോ ആയിരിക്കും വിളിക്കുക. അതേപോലെ തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. നമ്മൾ പല പേരിൽ വിളിക്കുന്നു, പക്ഷെ വിളിക്കുന്നതെല്ലാം ഒരു ദൈവത്തിനെയാണ് എന്ന് ഒരു വിശ്വാസം അതെനിക്കുണ്ട്. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും കൃഷ്ണനായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു എന്താ പറയുക,
കൃഷ്ണയായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരിക്കലും ഞാനൊരു തെറ്റായിട്ട് കാണും. ഇത് പല പത്രമാധ്യമങ്ങളിലും ഈ ജസ്നയുടെ വിഷയം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട് ഒരു കണ്ണന്റെ ചിത്രം വരച്ചാൽ ഉടനെ തന്നെ തകർന്നു പോകുന്നതാണോ ഇസ്ലാം മതവികാരം? അതോടുകൂടി തന്നെ ഇസ്ലാം മതം അങ്ങ് തകർന്നടിഞ്ഞു പോകുമോ? പിന്നെ എന്തിനാണ് വിശ്വാസികൾ ഇത്രമാത്രം വെകിളി പൂണ്ട് നടക്കുന്നത്? ആ കുട്ടി പറയട്ടെ. ഞാൻ ജസ്ന സലീം, ഒരു ചെറിയൊരു ചിത്രകാരിയാണ്. ചിത്രകാരി എന്ന് വെച്ചാൽ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെയാണ് വരയ്ക്കാറ്. എന്തുകൊണ്ടാണ് ഉണ്ണിക്കണ്ണനെ മാത്രം വരയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരം തരാനില്ല. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു നിയോഗം പോലെ എന്ന് പറഞ്ഞതുപോലെ കണ്ണനെ മാത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി ശ്രീകൃഷ്ണനെ ഞാൻ വരയ്ക്കുന്നു. ഒരു എന്താ പറയുക, പ്രതീക്ഷിക്കാതെ ഒരു ചിത്രകാരിയായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ചിത്രവര ഒട്ടും അറിയില്ലായിരുന്നു എനിക്ക്. ചിത്രവര ഒട്ടും അറിയില്ല എന്ന് വെച്ചാൽ ജീവിതത്തിൽ ചിത്രം വരച്ച് നോക്കിയിട്ട് നന്നായിട്ടുമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ ഞാൻ ഇന്ന് കൃഷ്ണൻ്റെ പേരിൽ അറിയപ്പെടുന്നു, കൃഷ്ണനെ മാത്രം വരയ്ക്കുന്നു. അതൊക്കെ ഒരു പക്ഷേ ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഒരു 6 വർഷത്തോളമായി കണ്ണനെ വരയ്ക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഈ വര തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന പേപ്പറിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിക്കണ്ണൻ എന്ന് വെച്ചാൽ കുമ്പിട്ട് ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. ആ കണ്ണൻ്റെ ചിത്രം കണ്ടപ്പോൾ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് അതിനോടൊരു ഇഷ്ടം. അതെന്നോട് അതിൻ്റെ കണ്ണ് തിളങ്ങുന്നത് പോലെയോ എന്നോട് ചിരിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. ഇതിനേക്കാട്ടിലും ഒക്കെ ഉപരി എന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ വീട്ടുകാരെന്നെ വീട്ടിൽ വിളിക്കുക കണ്ണാനായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കണ്ണനെ എവിടെ കണ്ടാലും ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ണൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് കണ്ണനെ വരയ്ക്കാൻ പറ്റും, അല്ല ഇത് വരച്ചാലോ എന്നുള്ളൊരു മനസ്സിലൊരു ചിന്താഗതി. കാരണം ആ ഒരു സമയം എന്ന് വെച്ചാൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ 2ാമത് പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോലും അറിയരുത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമയത്ത്, അപ്പം ആ സമയത്ത് എനിക്ക് ഈ കണ്ണനെ വരയ്ക്കാം എന്നും ഉള്ളിൻ്റെ തോന്നൽ. അങ്ങനെ ഇരുന്ന് വരച്ചൊരു ചിത്രമാണിത്. ആ ഒരു ചിത്രം എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു. ഞാൻ ഇന്നിതാ ഒരുപാട് എന്ന് വെച്ചാൽ ഒരു 1000-ഓളം ഫോട്ടോ ഇതിനിടെ ഈ ഒരു 6 വർഷത്തിനുള്ളിൽ ഞാൻ വരച്ച് പോയിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ കൃഷ്ണ വരയിലേക്ക് വന്നത്. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ കൃഷ്ണനെ മാത്രം വരയ്ക്കുന്നത് എന്താണ്, മറ്റ് കാര്യങ്ങളൊക്കെ വരച്ച് നോക്കിക്കൂടെയാണ്. ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. പക്ഷേ കൃഷ്ണനെ വരച്ച ഒരു തൃപ്തിയും സന്തോഷവും അല്ലെ ആ ഫോട്ടോയിൽ കാണുന്ന ഒരു ഭംഗിയോ എനിക്ക് വേറൊരു ഫോട്ടോയിൽ ഇതുവരെ കിട്ടിയിട്ടുമില്ല. ആ ഫോട്ടോ എനിക്ക് അത്ര എന്താ പറയുക, എനിക്കൊരു തൃപ്തിയോടുകൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അപ്പം എനിക്ക് തോന്നി എൻ്റെ മുന്നോട്ടുള്ള യാത്ര കൃഷ്ണനാലെ മാത്രമാണ്. കൃഷ്ണനെ വരച്ചിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ കരുതി. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ വര തുടങ്ങിയ പാടൊക്കെ സമൂഹത്തിൽ നിന്നാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടില്ല. എങ്കിൽ പോലും എനിക്ക് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ചിത്രം വരച്ചതുകൊണ്ട് ഒരിക്കലും ഒരാളൊരു തെറ്റുകാരിയാണെന്നോ അല്ലെ ഒരു മോശക്കാരിയാണെന്നോ ആര് പറഞ്ഞാലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ഒരു ചിത്രമാണ് അത്. എന്നെ സംബന്ധിച്ചൊരു ഫോട്ടോ ആണ്, മറ്റൊരാളെ സംബന്ധിച്ച് അതൊരു ദൈവമാണ്. അപ്പം മറ്റൊരാൾ ആരാധിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വരച്ചതുകൊണ്ട് നമ്മൾ വലിയൊരു തെറ്റുകാരിയാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും കൃഷ്ണനെ വരച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ മതത്തിൽ നിന്ന് ഇന്ന് വരെ എനിക്ക് വിലക്കുകളും കാര്യങ്ങളും ഇത് നേരം വരെ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഒരുപാട് വിലക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന്
ചോദിച്ചാൽ എൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. കുടുംബത്തിലേക്ക് കയറ്റാത്ത ആൾക്കാർ വരെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും എനിക്കിപ്പം സങ്കടമില്ല, കാരണം ഒരു ചിത്രം വരച്ചിട്ടല്ലേ, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമില്ലാത്ത രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ എൻ്റെ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാരാന്ന് വെച്ചാൽ, അല്ലെ എന്നെ ഈ നിലയിലെത്തിക്കാൻ സപ്പോർട്ട് ചെയ്തതാര എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അദ്ദേഹം ഫസ്റ്റിൽ ഞാൻ വരച്ചപ്പോൾ ഫസ്റ്റിൽ എന്നോട് പറഞ്ഞു കേട്ടോ, നീ ഈ ചിത്രം നശിപ്പിച്ച ആൾ നമുക്ക് വീട്ടിൽ വെക്കണ്ട, നിൻ്റെ വീട്ടുകാർ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ അറിഞ്ഞാലാണ് അവരും പറയുന്നത് പ്രശ്നമാണ്. അവരുടെ വീട്ടുകാരെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് വരച്ച ചിത്രമായതുകൊണ്ട് ഞാനത് നശിപ്പിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലായി എനിക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെയാണ് എന്നെ മുന്നോട്ട് കൈപിടിച്ച് ഉയർത്തിയത്. ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോയപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം കുട്ടിക്കാലം തൊട്ടേ കണ്ണ എന്ന് വിളിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ കണ്ണൻ്റെ നടയിലൊന്ന് പോയി ഞാൻ വരച്ചൊരു കണ്ണനെ കൊടുക്കാൻ പറ്റിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും ഒരു 10ാം ക്ലാസ്സുകാരിയായ ഞാൻ ഇന്ന് ലോകമൊട്ടാകെ അറിയാവുന്നൊരു ചിത്രകാരിയായി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്നൊരു വ്യക്തിയായത് ആ ഒരു കണ്ണൻ കാരണമാണ്. അപ്പോൾ ആ ഒരു കണ്ണൻ്റെ ആ നടയിൽ പോയി നിന്നപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം, മനസ്സിൽ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു മുസ്ലിം കുട്ടിയായ ഞാൻ ഒരു കണ്ണനെ വരയ്ക്കുന്നത് നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും സമൂഹത്തിനോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളൊരു സുഹൃത്തിനെ നമ്മൾ പല പേരിൽ നമ്മൾ വിളിക്കുന്നു. നമ്മുടെ സ്വന്തം സുഹൃത്താണെങ്കിൽ നമ്മളൊരു പേരായിരിക്കും വിളിക്കുക. പക്ഷെ ആ സുഹൃത്തിനെ അവൻ്റെ അച്ഛൻ വേറൊരു പേരായിരിക്കും വിളിക്കുക, അമ്മ ചിലപ്പോൾ മകനേന്നോ അല്ലെങ്കിൽ മകളേന്നോ ആയിരിക്കും വിളിക്കുക. അതേപോലെ തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. നമ്മൾ പല പേരിൽ വിളിക്കുന്നു, പക്ഷെ വിളിക്കുന്നതെല്ലാം ഒരു ദൈവത്തിനെയാണ് ഇന്ന് ഒരു വിശ്വാസം അതെനിക്കുണ്ട്. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും കൃഷ്ണയായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു എന്താ പറയുക, കൃഷ്ണയായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരിക്കലും ഞാനൊരു തെറ്റായിട്ട് കാണുന്നില്ല. നമ്മൾ പലർക്കും പലതുമായിട്ട് തോന്നും. ചിലർ പറയും നരകത്തിലെ തീക്കൊള്ളിയാണ് ഞാൻ. എങ്കിൽ പോലും ആ പറയുന്ന സുഹൃത്തുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരിക്കലും ഒരു തെറ്റല്ല ഞാൻ ചെയ്യുന്നതെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഒരു ചിത്രം മാത്രമാണ് അത്, എന്നെ സംബന്ധിച്ചതൊരു ചിത്രമാണ്, മറ്റുള്ളവർക്കാണ് അതൊരു ദൈവമാകുന്നത്. എന്നോടൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, മറ്റുള്ളവർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ആ സുഹൃത്തിനോടടക്കം ഞാൻ പറയുന്നു, അതൊരിക്കലും ഒരു തെറ്റല്ല. ആരുടെ വിശ്വാസത്തെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റൊരാളുടെ വിശ്വാസത്തെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊരിക്കലും തെറ്റായിട്ട് സമൂഹം കാണരുത്. എനിക്ക് അത്രേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. എൻ്റെ ലൈഫിലെ ഒരു വഴിത്തിരിവ് എന്താണെന്ന് വെച്ചാൽ, കുമ്മനം രാജേശ്വരേട്ടനെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് എന്താ പറയുക, ഒരുപാട് ഹെൽപ്പ് അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി, എക്സിബിഷൻ വെക്കാൻ പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നടന്നു. പിന്നീട് വേറൊരു വഴിത്തിരിവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഇതുപോലെ പരിചയപ്പെട്ടത് വലിയൊരു ജീവിതത്തിലെ എന്താ പറയുക ഒരു വഴിത്തിരിവ് എന്ന് തന്നെ പറയാം. പലരും എന്നെ കളിയാക്കി ചോദിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുമെന്ന്. അതുപോലെ ഒരു രൂപത്തിൽ വന്നൊരു വ്യക്തിയാണ് ഗോകുലം ഗോപാലൻ സാറ്. അദ്ദേഹം ഒരുപാട് സഹായിച്ചൊരു മനുഷ്യനാണ്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് തോറ്റൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. പിന്നീട് കല്യാണം കഴിഞ്ഞു. 12 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു മകനും ഒരു മകളും ഉണ്ട് എനിക്ക്. ലൻഷാനും ലനിഷ്കയുമാണ് അവർ.
ഒരാള് ഈ ജനാധിപത്യ രാജ്യത്ത് ഇരുന്നിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ പാടില്ല എന്നാണോ? ആ ചിത്രത്തെ മറ്റുള്ളവരെ എങ്ങനെയോ കണ്ടോട്ടെ, അത് നമ്മുടെ വിഷയമല്ലല്ലോ. ഇനിയിപ്പോ അതിനുള്ള സ്വാതന്ത്ര്യവും ആ പെൺകുട്ടിക്ക് ഇല്ലേ? ഇപ്പോ ഒരു അമുസ്ലിം ആള് ഒരു കഅബയുടെ ചിത്രം വരച്ചാൽ, ഒരു ഹജറുൽ അസ്വദിന്റെ ചിത്രം വരച്ചാൽ, ഒരു മക്കയുടെയോ മദീനയുടെയോ ചിത്രം വരച്ചാൽ എന്ത് സന്തോഷമായിരിക്കും വിശ്വാസികൾക്ക്. ഒരുപക്ഷെ അവർക്കത് വെറും ഒരു ചിത്രം മാത്രമായിരിക്കും. അത് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ കാണുന്നവർക്കല്ലേ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനതിലൊന്നും വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ആ കുട്ടിയുടെ വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ആ കുട്ടിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു ശബ്ദം ഉയരണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നന്ദി.